അപ്പോൾ എല്ലാവരും നമ്മുടെ ചിക്കൻ്റെ വ്ളോഗ് വരെയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അടുത്തത് കഴിച്ചൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മുടെ പൊരിടാവെത്തി. പൊരിടാവിൻ്റെ എൻട്രി ആയിരുന്നു ഗായ്. വലിയ മാസ് കാണിക്കാൻ നിന്ന് തന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിമനോഹരമായ ഗ്രാമം ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും തെണ്ടാനിറങ്ങി. ഇതെന്താണെന്ന് ചെയ്തൊരു കുട്ടി അവിടെ മീൻ പിടിക്കണ്ടേ, അപ്പോൾ കൂടെ പോയിരുന്നതാണ്. കാരണം മനോഹരത കൂടുതലാണ് ഇവിടെ എന്തായാലേ. പിന്നെ എവിടേക്കൊക്കെയോ നടന്നു. ഇതൊക്കെ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഓടാൻ പറഞ്ഞതാ, ഞാൻ ഓടിയില്ല, ഞാൻ നടന്നു. അവരൊക്കെ വലിയ സ്പോർട്സിൽ വലിയ വലിയ പുലികളായതുകൊണ്ട് ഓടണ കണ്ടില്ലേ. എനിക്ക് ഓടാൻ വയ്യ, അത് കാരണം ഞാൻ നടന്നു. ആ ചെക്കനെ എഴുന്നേറ്റ് പോയോണ്ടാന്ന് തോന്നുന്നുണ്ട്, അവളുടെയും മൂഡ് പോയി തോന്നുന്നുണ്ട്. എന്തോ കൊച്ചിന് കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്, എന്താന്ന് മനസ്സിലായില്ല. പ്രകൃതി എക്സ്പ്ലോർ ചെയ്യാൻ പോയതാ. ലാസ്റ്റ് കാലുമൊക്കെ മുള്ളു കുത്തിണ്ടൊക്കെ എത്തിൻ്റെ. എൻ്റെ കാലുമ പ്രത്യേകിച്ച് ഒന്നും കുത്തിയില്ല, കാരണം ഞാൻ ബാഗിയായിരുന്നു ഇട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ചധികം തിണ്ടി നടന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ വലിയ ആളാവന്ത് കണ്ടോ. പിള്ളേരെ അതിൻ്റെ ഉള്ളിൽ ചൂണ്ടിയിട്ടിട്ടും കുറേ ഇട്ടിട്ടൊക്കെ മീൻ പിടിക്കാണ്ട് അവൾ കൈ കൊണ്ട് പിടിക്കാനാണ് നോക്കണേ. ഒന്നും നടക്കില്ല. ലാസ്റ്റ് ഞാൻ പറയും പാമ്പിടെന്ന് പറയുമ്പോൾ കുട്ടി അപ്പം തന്നെ പേടിച്ച് നടക്കണതാണ്. ഇതൊക്കെ എന്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും എവിടേക്കൊക്കെ നടന്നു. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനും പോയി. ആ വീഡിയോ കിട്ടിയില്ല. എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു. ആ നടന്നു പോയ ശുഷ്കാന്തി പിന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ നിന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു. എന്തോ ഒരു ഭയത്തിന് ഞങ്ങൾക്ക് ആ വീഡിയോ ക്ലിപ്പ് കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ 1 മില്യൺ അടിച്ചേനെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകാനുള്ള സമയമായെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി എൻ്റെ പിള്ളേർ. അങ്ങനെ ഒരു ദിവസം പോയത് ഞങ്ങൾ ഒട്ടും അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങി. ഇനി എപ്പോഴായിരിക്കും ഞങ്ങൾ കാണാമെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു പിടിയില്ല. അപ്പോൾ ഓക്കെ, ബൈ.